ഒരിക്കൽ ഒരു വ്യക്തി തന്റെ വീടിന് മുൻപിലെ കവാടത്തിൽ എഴുതി വച്ചു, ഇന്ന് ഞാൻ വളരെ ദുഃഖിതനാണ്, അതുകൊണ്ട് തന്നെ ആരും ഇന്നെന്നെ കാണാൻ വരാൻ പാടില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്നു. അയാൾ എഴുതിയത് വായിച്ചതിനു ശേഷം എന്നിട്ടും പോയി അദ്ദേഹത്തിനെ കാണുക തന്നെ ചെയ്തു. എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് അയാൾ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ടും എന്റെ സുഹൃത്തിന്റെ മനസ്സിന്റെ ഈ ദുഃഖമാണ് അദ്ദേഹത്തെ കാണുവാൻ പ്രേരണ ഉളവാക്കിയത്. ഇതാണ് യഥാർത്ഥ സൗഹൃദമെന്ന് പറയുന്നത്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ ദുഃഖിതനാണെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിലും എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ മിത്രം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. അയാൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരാശ്രയമായി ഉറപ്പായും ഉണ്ടാകുന്നതാണ്. മനുഷ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വിചിത്രം തന്നെയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പ്രാധാന്യം 2 തവണ അനുഭവപ്പെടുന്നതാണ്. 1, അത് ലഭിക്കുന്നതിന് മുൻപ്. 2, അത് നഷ്ടപ്പെട്ടതിന് ശേഷവുമായിരിക്കും. സാധാരണ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മിത്രങ്ങളും. അഥവാ ഇന്ന് നിങ്ങളുടെ മിത്രങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കണം, അവരെ പ്രസന്നരാക്കണം, അവരുടെ മഹത്വം മനസ്സിലാക്കുകയും വേണം. എന്തെന്നാൽ ഒരിക്കൽ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്താപം പ്രകടിപ്പിച്ചാൽ പോലും വീണ്ടും തിരിച്ചു വരില്ല. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചാലും സൗഹൃദം കാത്തു സൂക്ഷിക്കൂ. എന്നിട്ട് ഏവരും എന്നോടൊപ്പം ആനന്ദത്തോടെ പറഞ്ഞാലും രാധേ രാധേ.